ഹലോ ഫ്രണ്ട്സ്, ഇതിനിടെ പോയിച്ചാൽ നമ്മൾ കാണാൻ പോകുന്നത് ബൊറൂട്ടോ നാരുട്ടോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 59 കുറച്ചുണ്ടായിരുന്നു. 60, 61, 62, 63, 64 ഓക്കെ. അപ്പോൾ പെൻഡിങ് എപ്പിസോഡ്സൊക്കെ നമ്മൾ തീർക്കുന്നതാണ്. നിങ്ങൾക്കൊരു സർപ്രൈസൊക്കെ വെയിറ്റ് ചെയ്ത് കാണാം. നെക്സ്റ്റ് എപ്പിസോഡ് എന്നും ഇത് പറയും. നേരെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പോൾ നമ്മളെ ആദ്യം കാണിക്കുന്നത് നമ്മളുടെ ബൊറൂട്ടോനാണ്. ബൊറൂട്ടോ അനാറ്റോനെ പിടിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്. മിറ്റ്സുകിയും ബൊറൂട്ടോയുടെ ശ്രമം കണ്ട് സഹായിക്കാൻ നോക്കുകയാണ്. കൊനഹമാരാണെങ്കിൽ സീലിംഗ് ജിറ്റ്സ് യൂസ് ചെയ്യാണ്. ആ സീല് ബ്രേക്ക് ചെയ്യാണ് അനാറ്റോ. ഒടുവിൽ നമ്മളുടെ മിറ്റ്സുകി തന്നെ കളത്തി ഇറങ്ങി നമ്മളുടെ സ്നേക്ക് യൂസ് ചെയ്ത് ബൈൻഡിങ് ടെക്നിക്ക് യൂസ് ചെയ്യാണ്. അവൻ്റെ ഒരു കൈയുടെ സ്ട്രെങ്ത് ഒരുപാട് അവൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിറ്റ്സുകി ഒരുപാട് സ്ട്രെങ്ത് കൊടുക്കുമ്പോൾ ലൈറ്റ്നിങ് യൂസ് ചെയ്യാണ് വേറെ ആരോ. നോക്കുമ്പോൾ വിക്ടറിൻ്റെ ആൾക്കാർ. അങ്ങനെ ലൈറ്റ്നിങ് യൂസ് ചെയ്തതുകൊണ്ട് തന്നെ ഒരു കൈ മാത്രമേ പെട്ടെന്ന് പിടിച്ച് വലിക്കാൻ നമ്മളുടെ മിറ്റ്സുകിയെ കഴിഞ്ഞുള്ളൂ. ആ മറ്റേ കയ്യിൽ ലൈറ്റ്നിങ് യൂസ് അത് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ പാമ്പ് ഒരു മാംസം കടിച്ചെടുക്കുന്നുണ്ട് നമ്മളുടെ ആരുടെ പുറത്തുനിന്ന്, അനാറ്റോയുടെ പുറത്തുനിന്ന്. അതുമാത്രമല്ല ആ കൈ നമ്മുടെ മിറ്റ്സുകിക്ക് നഷ്ടമായും പോവാണ്. ഒരു സമയത്ത് വിക്ടർ വന്നിട്ട് പറയാണ്, നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ പോക്കോ, ഇത് ഞങ്ങളുടെ ആളല്ലേ, ഞാൻ മിയയുടെ കൊടുത്തോളാം, ഇവനെ ശരിയാക്കോളാം എന്ന്. അത് കേട്ട് ബൊറൂട്ടോയൊക്കെ കൊടുക്കുന്നുണ്ട്. അനാറ്റോയുടെ ഒരു മോതിരം മാത്രം ബൊറൂട്ടോയുടെ ഉണ്ട്. ലോർഡ് വിക്ടർ ഒരു സ്ഥലത്ത് ചെല്ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അയാൾ പറയുന്നുണ്ട്, അനാറ്റോനെ വെച്ചിട്ട് ഇനി ഒരു എക്സ്പെരിമെൻറ്റും ചെയ്യാൻ പറ്റില്ല. മറ്റേ പെങ്കൊച്ചിനാണെങ്കിൽ പൊട്ടിച്ചിട്ട് പോയി. അവളെയും നമ്മൾ വലിയ കാര്യമായിട്ട് ചെയ്തെങ്കിലും ഒന്നും അങ്ങോട്ട് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അനാറ്റോനെ കൊന്നുകളയാ, അവനെ ഇനി ആവശ്യമില്ല എന്ന രീതിയിലാണ് അവിടെ സംസാരം. ഓക്കെ, അങ്ങനെയെന്ന് വിക്ടറും പറയുന്നത്. ഞാൻ അനാറ്റോയുടെ ബോഡി ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്തു. ഇത് ഹാഷ്റാമ സെല്ലാണ്. അപ്പോൾ ഹാഷ്റാമ സെല്ല് ഒരാളുടെ പുറത്ത് പോയാൽ നമുക്കറിയാം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അനാറ്റോയുടെ പുറത്തുകൊണ്ട് ഒരു ഉപയോഗമില്ലെന്ന് പറയാണ്. നമ്മളുടെ മിറ്റ്സുകിയുടെ പുറം മൊത്തം നീലിച്ച് മിറ്റ്സുക്കി നിലത്ത് വീഴാണ്. ഒരു കൈ അവനെ തില്ല കേട്ടോ. അപ്പോഴത്തേക്കും അതും കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവൻ വീണ് പോവാണ്. അപ്പോൾ ബൊറൂട്ടോ ചെന്ന് അവനെ എടുക്കുന്നുണ്ട്. അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മളുടെ മുഗീന പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു ഹോസ്പിറ്റലിലുള്ള ആളുടെ പേരാണ് യബീന. അപ്പോഴത്തേക്കും യബീന അവളെ കണ്ട ഉടനെ, വാ, ഇതാനത് കാണാൻ തന്നെ കുറേ അധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളെന്നും പറഞ്ഞിട്ട് എടുത്തിട്ട് പോവാണ്. യബീനയുടെ ട്രീറ്റ്മെൻറ്റ് കാരണം അവിടെ നിന്ന് ഓരോരുത്തന്മാരെ ഇറങ്ങി ഓടവാണ്. കാരണം അത്രയ്ക്കും ക്രൂവലായിട്ടാണ് അവൾ ചെയ്യുന്നത്. യബീനയ്ക്ക് മിറ്റ്സുകിയെ കണ്ട സന്തോഷം അത്രയുണ്ട്. അപ്പോഴാണ് നമ്മളെ ലെബിനെ കാണിക്കുന്നത്. അവൾ ഭയങ്കര സന്തോഷത്തിലാണ്. മിറ്റ്സുകി കാണാൻ തന്നെ ഭയങ്കര വ്യത്യാസമായിട്ടുണ്ട്. അപ്പോൾ ഈ ചെക്കൻ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചെക്കനാണെന്ന് മനസ്സിലാക്കാണ്. ഇവൻ്റെ മുഖത്ത് ഇത്രയും പടർന്നുള്ളത് അടുത്ത അത്ഭുതം യബീനയ്ക്ക്. അവൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങാണ്. സറാഡ മാത്രം തന്നെ എല്ലാ അലവലാതിലും പുറത്ത് പടയെന്ന് പറയാണ്. കാരണം സറാഡയ്ക്ക് മാത്രമേ നമ്മളുടെ ആ മെഡിക്കൽ ജിറ്റ്സും അറിയത്തുള്ളൂ. അങ്ങനെ ആ ഒരു ഹാഷ്റാമയുടെ ആ ഒരു കട്ട സാധനമാണ് എടുക്കുന്നത്. എന്താ സംഭവം എന്നും ഇപ്പം യബീന പറയുന്നില്ല. അങ്ങനെ മുഗീനോയും നമ്മളുടെ കൊനഹമാറും ബൊറൂട്ടോയും എല്ലാവരും അകത്ത് കയറാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വേറെ പെങ്കൊച്ചിനെയും കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇവളും ഇതുപോലൊരു പേഷ്യൻ്റാണ്. ഇതേ സെയിം സംഭവം. പക്ഷേ ഇവളുടെ ബോഡിക്ക് ഇത് റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷേ മിറ്റ്സുകിയുടെ ബോഡി നോക്ക്, അതിനെ തടഞ്ഞു വെച്ചേക്കായിരുന്നു. ഈ സാധനം വളരെ ഞാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ ബോഡി വെച്ചേക്കായിരുന്നു. അതിനർത്ഥം ഇവൻ്റെ ബോഡിയിൽ എന്തോ ഒരു ആൻറ്റിഡോട്ട് ഉണ്ട്. അത് യബീനയ്ക്ക് പോലും എടുക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള എന്ത് സാധനം, ഭയങ്കര വീര്യമുള്ളത്. നമ്മളുടെ പിള്ളേരാണ് മിറ്റ്സുകി സൂപ്പർമാനാണെന്ന് കേട്ടിട്ട് ജെട്ടുന്നില്ല. കാരണം ഓൾറെഡി അറിയാം ഒറോച്ചിമാരുടെ സന്തതി. അപ്പം നമ്മളുടെ മിറ്റ്സുകി പറയാണ്, ഞാൻ വേണമെങ്കിൽ ആൻറ്റിഡോട്ട് എടുക്കാനായിട്ട് നിൽക്കാന്ന്. അപ്പോൾ യബീന പറയണം, നീ പോവേ അരുത്, നിന്നെ വിടത്തേ ഇല്ല, നീ ഇവിടെ നിൽക്കണം, നീ സഹായിച്ചാൽ ചിലപ്പോൾ എല്ലാവരെയും രക്ഷിക്കാൻ പറ്റുമെന്ന്. അത് മാത്രമല്ല ഭാവിയിൽ നിങ്ങൾക്ക് ഉപയോഗമാകുന്ന രീതിയിൽ ഒരു ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ നമ്മളുടെ കൊനഹമാർ പറയാണ് മിറ്റ്സുകിനെ വിട്ടു പോകാൻ. അപ്പോൾ മിറ്റ്സുകി പറയാണ്, ഞാൻ നിന്നോളാം, നിങ്ങൾ പൊക്കോളാം. അപ്പോഴത്തേക്കും ഹാഷ്റാമ സെല്ല് കളക്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇവർ പോവാണ്. അങ്ങനെ ഇവർ ചെന്ന് കയറുന്നത് ഒരു കടയിലേക്കാണ്. ആ ഒരു കട എന്ന് പറയുന്നത് നമ്മളുടെ യുബീന പറഞ്ഞു കൊടുത്ത കടയാണ്. അതൊരു ബ്ലാക്ക് മാർക്കറ്റാണ്. അതായത് ആ ഒരു സാധനങ്ങൾ വിറ്റുകൂടാത്ത സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന സ്ഥലം. അപ്പോൾ അവർ പോകാൻ പോകുന്നത് ലാൻഡ് ഓഫ് സൈലൻസിലാണ്. അപ്പോൾ നമ്മുടെ ലീഫ് ലേറ്റിൽ ഇങ്ങനെ ഒരു സ്ഥലമില്ല. ഇത് അത്രയ്ക്കും ഷിനോബികളെ കയറ്റാത്ത ഒരു ഏരിയയാണ്. അതും നമ്മളുടെ ലാൻഡ് ഓഫ് ഫയറിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവിടെ കുറിറ്റലിലേക്കാണ് പോകേണ്ടത്. ഇതറിഞ്ഞതും നമ്മളുടെ യുബീന ഒരു ട്യൂബ് ഇവർക്ക് ആൻറ്റിഡോട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഹാഷ്റാമ സെല്ല് പുറത്ത് കയറിയാൽ അതിൻ്റെ ആൻറ്റിഡോട്ടായിട്ട് കൊടുത്തു വെക്കുന്നുണ്ട്. എന്നിട്ട് അവർ ആ വില്ലേജിലേക്ക് പോകുമ്പോൾ ഷിനോബികളെ കണ്ടുകൂടാത്ത സ്ഥലമാണ്. കള്ളന്മാർക്കും കൊള്ളക്കാർക്കും മാത്രമേ കടയുടെ ഓണർ സാധനം വിൽക്കുള്ളൂ. അപ്പോൾ അതുപോലെ വേണം കയറാനെന്നും പറഞ്ഞിട്ട് അവർ പോവാണ്. അപ്പോൾ അങ്ങനെ കയറുന്നതിന് മുമ്പ് നമ്മളുടെ കൊനഹമാറും അതുപോലെ തന്നെ മുഗിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ആ ഒരു നമ്മുടെ ഫോർഹെഡ് പ്രൊട്ടക്റ്റീവ് ബാൻഡ് മാറ്റുന്നുണ്ട്. വാ, കൊനഹമാറിൽ ഹാൻഡ്സം. ഓക്കെ, നിങ്ങൾ പറയും ഞാൻ ഭയങ്കര ക്രിഞ്ച് പറയുന്നു. ഓക്കെ, സത്യമാടാ പറഞ്ഞത്, നോക്ക്. ഓക്കെ, അങ്ങനെ അവരെ കടയിലേക്ക് ചെല്ലുകയാണ്. ലാൻഡ് ഓഫ് സൈലൻസ്, അത് ഭയങ്കര സൈലൻ്റ് എന്നല്ല, അളകൊളാന്ന് ബഹളം വയ്ക്കുന്ന ഒരു വൃത്തികെട്ട സ്ഥലം. ആ കടയിൽ ആൾ വെൽക്കം, നിങ്ങൾ ആരാ എന്ന് പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്.
പോകുന്നുണ്ട്. അവിടെ കയറിയപ്പോൾ തന്നെ ആ കടയിൽ തന്നെ ഒരുപാട് ബിങ്കോ ബുക്കിൻ്റെ ക്രിമിനൽസിനെ കാണാൻ പറ്റി. അയാൾ നമ്മളുടെ ബൊറൂട്ടോ നോക്കി കൊച്ചു പിള്ളേർക്കൊക്കെ എന്തെവിടെ കാര്യം ചോദിക്കുന്നതോടെ ബൊറൂട്ടോയ്ക്ക് ക്രിമി കുത്തുകയാണ്. ആരടാ കൊച്ചെന്ന് ചോദിക്കുകയാണ്. അതോടെ നമ്മളുടെ കൊനോഹമാറിന് മനസ്സിലായി കഴിയുന്ന കാര്യം പോവും. ഉടനെ വിക്ടറിൻ്റെ കമ്പനിയിൽ നിന്ന് അടിച്ചു മാറ്റിയ ഒരു വിസിറ്റിംഗ് കാർഡ് കാണിച്ചിട്ട് പറയാണ്, ദേ ഞങ്ങൾ ആ കമ്പനിയുടെ എംപ്ലോയീസ് ആണ്, ഞങ്ങൾ അവിടെ നിന്ന് വന്ന് പറഞ്ഞിട്ട് വരികയാണ്, അവിടെ ഹാഷ്റാമ സെല്ലിൻ്റെ എക്സ്പെരിമെൻറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുറച്ച് വേണമെന്ന്. അപ്പോഴത്തേക്കും പറയാണ്, ഓ പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലില്ല, വേറൊരാളുടെ കയ്യിലുണ്ട്, കിരീസാക്കി എന്നാണ് പേര്, പബ്ബിൽ കാണുമെന്ന് പറയണം. അങ്ങനെ പബ്ബിൽ പോയി നോക്കുമ്പോൾ കിരീസാക്കി അവൻ നാല് പരട്ട പിള്ളേരോട് കളിച്ച് ഉല്ലസിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പെരട്ട മുരട്ട പരട്ട അന്ത പരട്ട നിങ്ങൾ അങ്ങനെ പോയി കളിയാക്കി വിളിക്കൊന്നും ചെയ്യല്, ചെകിട്ടം പൊളിച്ച് കിട്ടും. ഓക്കെ എനിവേ ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ തമാശ. എനിവേ ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് സീരിയസ് ആൻഡ് പോയി ആരെങ്കിലും വിളിക്കും, അടി കൊണ്ട് തിരിച്ചു വരും. ഓക്കെ അങ്ങനെ നമ്മുടെ ബൊറൂട്ടോ സെക്സ് ജിറ്റ്സ് യൂസ് ചെയ്ത് അവൻ്റെ അടുത്ത് പോവാണ്. അവനെ വളച്ച് പുറത്തിറക്കുമ്പോഴാണ് അവൻ്റെ കയ്യിലിരുന്ന് സൂട്ട് കേസ് ആരോ തട്ടിക്കൊണ്ട് പോകുന്നത്. കള്ളൻ പുറകെ പോയി അവനെ പിടിക്കുകയാണ്. കൂടെ നമ്മുടെ ബൊറൂട്ടോയുടെ ജുറ്റ്സ് റിലീസാവാണ്. കിരീസാക്കിക്ക് മനസ്സിലായി എന്തോ പരട്ടത്തരം ഉണ്ടെന്ന്. ഉടനെ തന്നെ ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, അടിച്ച് നിവത്തി അവനെ പിടിച്ച് കെട്ടിയിടുന്നുണ്ട്. എന്നിട്ട് അവനോട് നമ്മളുടെ കൊനോഹമാറും ബൊറൂട്ടോയും കൂടെ ചേർന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. എന്നിട്ട് അവൻ അവിടെ കെട്ടിയിട്ടിട്ട് തന്നെ അവൻ പറയാണ്, എനിക്കറിയത്തില്ല, പക്ഷേ ഞാൻ ഒരാളെ കാണാൻ പോകുന്നുണ്ട്, അയാളുടെ കയ്യിൽ ഈ ഹാഷ്റാമ സെല്ലുണ്ട്. അയാൾ ആരാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ സക്കൂയയുടെ ഒരു ബട്ട്ലറാണെന്ന് പറയാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ഒരു കിരേസാക്കി ഇല്ലേ, അവനൊരു മെഡിക്കൽ നിഞ്ചയാണ്. അതുകൊണ്ടാണ് അവന് ഈ ഹാഷ്റാമ സെൽ വേണ്ടുന്നത്. അതുകൊണ്ടാണ് ഈ ബട്ട്ലർ ഇയാളെ വിളിച്ചുകൊണ്ട് പോകാൻ ഉദ്ദേശിക്കുന്നതും. ബട്ട്ലറിനെ അടുത്ത ദിവസം കാണാൻ പോകുന്നത് കൊനോഹമാറും ബൊറൂട്ടോയും കൂടെയാണ്. കൊനോഹമാറും ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്തേക്കാണ്. യഥാർത്ഥ നമ്മളുടെ കിരേസാക്കിനെ അടിച്ച് മയക്കിയിട്ടേക്കാണ്. ബട്ട്ലറാണെങ്കിൽ കയ്യിൽ ഹാഷ്റാമ സെല്ലും കൊണ്ടുവന്നിട്ട് കൊനോഹമാറിനെ പരീക്ഷിക്കുകയാണ് യഥാർത്ഥ കിരേസാക്കി ആണോ എന്ന് അറിയാനായിട്ട്. നമ്മളുടെ കൊനോഹമാറിന് വേറെ വഴിയില്ല. ഉടനെ തന്നിട്ട് യബൂന തന്ന ആ ഒരു ആൻറ്റിഡോട്ടില്ലേ, ആൻറ്റിബോഡി, അത് നമ്മളെ മിത്സുകിയുടെ പുറത്തുനിന്ന് എടുത്ത് അത് യൂസ് ചെയ്ത് ഈ ഒരു ബട്ട്ലറിനെ ശരിയാക്കാണ്. അതോടെ അയാൾ വിശ്വസിക്കുകയാണ്. ബൊറൂട്ടോനെയും നമ്മളുടെ ആരെയും വിളിച്ചിട്ട് പോകാൻ പോവാണ്. അപ്പോഴത്തേക്കും ഇവർ പറയാണ്, ഇല്ല നീ ആരാ എന്താ എവിടെന്നാന്ന് പറയാതെ ഞങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞ് കൊനോഹമാർ ഉടനെ പോകാൻ നോക്കുകയാണ്. ഇതെല്ലാം നമ്മളുടെ 4 പരട്ട പിള്ളേർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ബട്ട്ലർ പറയാണ്, അതൊക്കെ ഒഫീഷ്യൽ ഡീറ്റെയിൽസ് ആണ്, പോയാൽ അറിയാമല്ലോ, നീ വരുമോ എന്ന് ചോദിക്കുമ്പോൾ പറയണേ, ഇല്ല ഞാൻ വരത്തില്ല, ഞാൻ പോകുന്നു എന്നും പറഞ്ഞ് കൊനോഹമാറും ബൊറൂട്ടോയും കൂടെ സിമ്പിളായിട്ട് കൂസല്ലാതെ നടന്നു പോവാണ്. അപ്പോൾ സക്കൂയെ ആണ് എന്ന് പറയാണ്. അപ്പോൾ കൊനോഹമാർ തിരിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ പറയാണ്, സക്കൂയെ കാണാനാണ് നിങ്ങൾ പോകുന്നത്, അവരുടെ ട്രീറ്റ്മെൻറ്റിനായിട്ടാണ് ഹാഷ്റാമ സെൽ അവർ വെച്ചേക്കുന്നത്. ആ ഒരു ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യാനായിട്ടാണ് കിരേസാക്കിയായ നിങ്ങൾ വളരെ പ്രശസ്തനായിട്ടുള്ള നമ്മളുടെ വാട്ടറിലെ ലാൻഡ് ഓഫ് വാട്ടറിലെ ഒരു മെഡിക്കൽ ഷിനോബി ആയിരുന്നല്ലോ, പിന്നെ നിങ്ങളെ കാണാതെ പോയതാണല്ലോ, അന്ന് തൊട്ടേ നോക്കി വെച്ചേക്കായിരുന്നു. ഇപ്പം നിങ്ങളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞതോടെയാണ് നിങ്ങളെ പിടിച്ചോണ്ട് ചെല്ലാൻ പറഞ്ഞത്. ഇതെല്ലാം നമ്മളുടെ സറാഡയും മുഗിനോയും കേൾക്കുന്നുണ്ടെന്ന് മാത്രമല്ല പരട്ട പിള്ളേരും കേൾക്കുകയാണ്. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും. എനിവേ നമ്മളുടെ ആരെ കാണിക്കുകയാണ്, യബൂനെ കാണിക്കുകയാണ്. യബൂന മിത്സുകിയുടെ പുറത്തുള്ള ആൻറ്റിബോഡി പേഷ്യൻറ്റിൻ്റെ പുറത്ത് കയറ്റാണ്. ആ പെങ്കൊച്ചാണെങ്കിൽ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. കാരണം ഇത് ബ്ലഡിൽ ഡൈല്യൂട്ടായി ആ ഒരു പാർട്ടിക്കിളിനെ ബ്രേക്ക് ചെയ്ത് കളയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം നമ്മളുടെ ബട്ട്ലർ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ബട്ട്ലർ പറഞ്ഞുകൊണ്ടേ പോവാണ്, അവർ സുന്ദരി, അവരെ കാണുമ്പോൾ സുന്ദരി എന്ന് പറയണമെന്നൊക്കെ അവരെ കാണിക്കുകയാണ്. അവരുടെ അടുത്തേക്ക് ഒരു പെങ്കൊച്ച് പൂവും കൊണ്ട് വരുമ്പോൾ ആ പോട്ടിൽ അവരുടെ മുഖം കണ്ട് അത് ഭയങ്കരമായിട്ട് വിളറി വെളുത്ത് അതുപോലെ തന്നെ തൊങ്ങി കിടക്കണം. അപ്പോൾ അവർക്ക് അതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്കംഫേർട്ട്. എവറിത്തിങ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് സത്യം അവർക്ക് മനസ്സിലാവാത്തതുകൊണ്ട് മന്ദോത്തി അവരത് തല്ലിപ്പൊട്ടിച്ച് ആ പെങ്കൊച്ചിനെ പറഞ്ഞുവിടാണ്. അതിനുശേഷം അവർ പോയിട്ട് നമ്മൾ ഹാഷ്റാമ സെല്ലിനെ കെട്ടിപ്പിടിച്ച്, നീ എൻ്റേത് മാത്രമാണ്, എൻ്റെ ദേഹത്ത് അലിഞ്ഞു ചേരുമെന്നൊക്കെ പറഞ്ഞ് കരയാണ്. അതിനുശേഷം ബട്ട്ലർ ചെല്ലുമ്പോൾ അവിടെ ഒരുത്തൻ മരിച്ചിടക്കാണ്. അപ്പോൾ ഇവൻ്റെ ശരീരം എടുത്ത് മാറ്റാൻ പെട്ടെന്ന് ബട്ട്ലർ ഓർഡർ ചെയ്തിട്ട് നമ്മളുടെ കൊനോഹമാറിനെ ബൊറൂട്ടോനെ വിളിച്ചിട്ട് പോകുന്നുണ്ട്. അതാരാന്ന് ചോദിക്കുമ്പോൾ അറിയത്തില്ല. നല്ല പ്രായം ചെന്ന മുടിയൊക്കെ നരച്ച് ഒരു പച്ച ഉടുപ്പിട്ട ഒരാളാണ് മരിച്ചു കിടക്കുന്നത്. കണ്ടാൽ ഒരു ഷിനോബി പോലെയൊക്കെ ഉണ്ട്, എന്നാൽ ഫിസിക്സ് ബോഡി കണ്ടാൽ തോന്നത്തില്ല. ഓക്കെ എനിവേ നമ്മളുടെ ബട്ട്ലർ വിളിച്ചിട്ട് അകത്തേക്ക് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ ഇവരെ കാണണം. പക്ഷെ ഇവരെ കാണുന്നതിന് മുമ്പ് കുറച്ച് പ്രൊസീജിയറൊക്കെ ഉണ്ടെന്ന് പറയാണ്. ബട്ട്ലർ മൂക്ക് നീണ്ടവൻ വിളിച്ചുകൊണ്ട് പോവാണ്. അല്ല ബോഡി ഷേമിങ് അല്ല, നോനോ. അപ്പോഴത്തേക്കും നമ്മളുടെ കൊനോഹമാറും ബൊറൂട്ടോയും പുറകെ പോകുന്നുണ്ട്. നേരെ തുറക്കുന്നതും വേറൊരു സ്ഥലമാണ്. അവിടെയുള്ള കണ്ണാടി എല്ലാം പൊട്ടിച്ചിട്ടുണ്ട്, അതെല്ലാം മാഡം പറഞ്ഞിട്ടാണ് എന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അവിടെ കൊണ്ടുചെന്ന് ബൊറൂട്ടോനെ ലോക്കിയാണ്. ബൊറൂട്ടോനെ പുറത്ത് നമ്മുടെ ഹാഷ്റാമ സെല്ല് ഇൻജക്ട് ചെയ്യാണ്. കാരണം കൊനോഹമാറിനെ ടെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം ഇവനിപ്പോൾ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ ബൊറൂട്ടോയുടെ ക്ലോണിനെ അവിടെ നിർത്തി ബൊറൂട്ടോ അവിടെ നിന്നിട്ട് ക്ലോണിനെ അവിടെ നിർത്തിയിട്ട് ബൊറൂട്ടോ ഓടുകയാണ്.
എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മളുടെ കൊനോഹമാർ ഇപ്പോൾ റിക്കവർ ചെയ്യുന്ന പോലെ കാണിക്കാം. ബൊറൂട്ടോ പോയിട്ട് ആശ്രമ സെല്ലിൽ കളക്ട് ചെയ്തിരുന്നു. അപ്പം 3 പരട്ടകൾ വരെയാണ്. ഇപ്പം മൊരട്ടകളായിട്ടാണ് അവർ നിൽക്കുന്നത്. കാരണം അവരുടെ കൂടെ ഒരാളില്ല. അവരും ആശ്രമ സെല്ലിന് വേണ്ടിയാണ് വന്നേക്കുന്നത് കേട്ടോ. അതിനുശേഷം വിക്ടറിനെ കാണിക്കുകയാണ്. വിക്ടർ ആണെങ്കിൽ ഇവിടെ എക്സ്പെരിമെന്റ്സ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അതേസമയം യുബിനെ കാണിക്കുകയാണ്. യുബിനയുടെ അടുത്തുള്ള ആ പെങ്കൊച്ച് എഴുന്നേൽക്കുമ്പോൾ അവളോട് പറയണം മിത്സുകിയാണ് നിന്റെ ജീവൻ രക്ഷിച്ചതെന്ന്. അയാളോട് ഞാൻ ഒരുപാട് കടപ്പെട്ടേക്കുന്നു എന്ന് ആ പെങ്കൊച്ച് പറഞ്ഞ് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. നമ്മളുടെ മിത്സുകി നല്ല മയക്കത്തിലാണ്. നമ്മളുടെ കൊനോഹമാറിനെയും ബട്ട്ലറിനെയും കാണിക്കുകയാണ്. കൊനോഹമാർ വൈൻ വേണമെന്ന് പറഞ്ഞ് വാങ്ങിച്ച് കുടിക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് കുറച്ചധികം സമയം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. അതിനുശേഷം ബൊറൂട്ടോ ആണെങ്കിൽ നേരെ അവരുടെ ഓണറായിട്ടുള്ള സക്കൂയ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഉണ്ടായിരുന്ന ആളിനെ അടിച്ചിട്ട് അകത്ത് കയറുമ്പോൾ സക്കൂയ ഇരുന്നുകൊണ്ട് ഉറങ്ങുകയാണ്. അങ്ങനെ അവിടെ ചെന്ന് ആശ്രമസെല്ലെ ബൊറൂട്ടോ എടുക്കുമ്പോഴാണ് സക്കൂയൻ ഓൾറെഡി ആരോ കൊന്നു എന്ന് ബൊറൂട്ടോയ്ക്ക് മനസ്സിലാവുന്നത്. അവർ വന്ന് നിലത്തടിച്ച് വീഴാണ്. അപ്പോൾ ആരാ എന്താണെന്ന് നോക്കുമ്പോൾ 2 ഇരട്ടകൾ അവിടെ വരാണ്. ഇരട്ട എന്ന് പറയാൻ കാരണം ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന മുരട്ടനെ കാണാനില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇവരെ ഇരട്ടയായി. എനിവേ അതിനുശേഷം നമ്മളുടെ ബൊറൂട്ടോ എന്ത് ചെയ്യുന്നുണ്ട്, ആ സാധനം എടുത്തിട്ട് ബൊറൂട്ടോ പോകുന്നില്ല, പോകാൻ ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കൊനോഹമാറിനെയും ബട്ട്ലറിനെയും കാണിക്കുകയാണ്. അവിടത്തേക്ക് ഒരാൾ പെട്ടെന്ന് ഡോർ തുറന്ന് വന്ന് പറയാണ് ഒരു കാര്യം പറയാനുണ്ടെന്ന്. അയാൾ ചെന്ന് ചോദിച്ചിട്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അതായത് നമ്മളുടെ ആൾ മരിച്ചു എന്ന കാര്യമാണ് ആ പറഞ്ഞത്. അത് കേട്ട കൊനോഹമാറോ പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫോർമേഷൻ ജെറ്റ്സ് റിലീസ് ചെയ്യുന്നുണ്ട്. ബൊറൂട്ടോയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ ബൊറൂട്ടോയും അതുപോലെ തന്നെ ഇരട്ടകൾ പിന്നെ മുരട്ടകളായിക്കാണ്. അവന്മാരും കൂടെ അടിയാണ്. അവന്മാർ ആശ്രമ സെല്ല് എടുത്ത് വെച്ചേക്കാണ്. ബൊറൂട്ടോ ക്യുനായി എടുത്ത് കൊത്തടാ എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ബട്ട്ലർ അങ്ങോട്ട് വരാണ്. ഇവന്മാർ മുരട്ടകളെ ഒളിക്കുകയാണ്. അങ്ങനെ അയാൾ വന്ന് നോക്കുമ്പോൾ ബൊറൂട്ടോയുടെ കയ്യിൽ ക്യുനായിരിക്കുന്ന നമ്മളുടെ സക്കുയുടെ മുതുകത്തും ക്യുനായിരിക്കുന്നു. സോ സക്കുജിനെ കൊന്നത് ബൊറൂട്ടോ എന്ന് മനസ്സിലാക്കി ഇയാൾ കരഞ്ഞുകൊണ്ട് പറയാണ് ഇവനെ അറസ്റ്റ് ചെയ്യാൻ എമർജൻസി അലാറം ഓൺ ചെയ്തിട്ട് കൊന്നു എന്ന കാര്യവും പറയാണ്. ഇയാളെ നമ്മളുടെ ഈ മുരട്ടകളിൽ ഒരുത്തൻ ക്യുനായി എറിഞ്ഞ് വീഴ്ത്താണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ പേപ്പർ ബോംബ് ഇട്ട് സ്മോക്ക് ബോംബ് ഇടുന്നുണ്ട്. അവിടെയുള്ള കുറേ എണ്ണത്തിനെ മയക്കിയിട്ടിട്ട് ഇവന്മാരവിടെ നിന്ന് രക്ഷപ്പെടാൻ തുടങ്ങുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇവന്മാർ പോവാതിരിക്കാൻ അവിടെ ഇവിടെയൊക്കെ ചെന്ന് ലോക്ക് ചെയ്യുന്നുണ്ട്. അവിടെ വരുന്ന കൊനോഹമാറിനും കഥയൊന്നും മനസ്സിലാവുന്നില്ല. പെട്ടെന്ന് ആ ഒരു എയർ ബലൂൺ പറക്കുന്ന കണ്ടപ്പോൾ ഇവിടെ പുറത്ത് നിൽക്കുന്ന സറാഡയ്ക്കും അതുപോലെ തന്നെ മുഗീനോയ്ക്കും കാര്യം എന്തോ ഉണ്ടോയെന്ന് മനസ്സിലായി. അപ്പോഴാണ് ഈ മുരട്ടകളിൽ ഒരുത്തം വിളിച്ചുകൊണ്ട് ഓടുന്നത് കള്ളൻ 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 കള്ളം കയറി സുഖിയെ കൊന്നു. അയാൾ അതുമാത്രമല്ല അവിടുത്തെ ഒരു പ്രീഷ്യസ് സ്റ്റോൺ മോട്ടിച്ചോണ്ട് പോയി അത് നിങ്ങളുടെ വില്ലേജിന് വേണ്ടിയിട്ട് സുഖിയെ വെച്ചിരുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓടുകയാണ്. അപ്പോഴത്തേക്കും വില്ലേജേഴ്സ് ഫുൾ അലേർട്ട് ആവുകയാണ്. അവരിങ്ങനെ വെളിയിൽ നിൽക്കുകയാണ്. കൊനോഹമാറും ബൊറൂട്ടോയും വരുന്നത് വെട്ടിക്കൂട്ടണം എന്നും പറഞ്ഞ് അങ്ങനെ അലേർട്ടായി നിൽക്കുന്നത് കാണുമ്പോഴേ നമ്മളുടെ സറാടയ്ക്കൊക്കെ കാര്യം മനസ്സിലായ മുഗിനോ അവരുടെ ആ ഒരു പാലസിന് മണ്ടയിൽ നമ്മളുടെ സുഖിയോട് ഒരു എയർ ബലൂൺ കിടന്ന് പറക്കുന്നുണ്ട്. അതും നോക്കി നമ്മളുടെ സറാടയും കൊനോഹമാറും എല്ലാം അങ്ങോട്ട് നിൽക്കുകയാണ്. എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതേസമയം ഇവർ ബ്രദേഴ്സാണ്. ഇവരിപ്പോൾ 4ആയിട്ട് മുറിച്ച ആ ഒരു ഇത് കഴിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീ എന്തിനാ 4ആയിട്ട് മുറിച്ചേ, നമ്മൾ 2 പേരല്ലേ ഇനി അവശേഷിക്കുന്നുള്ളൂ എന്ന്. എന്നിട്ട് അവർ 4 പീസാക്കിയിട്ട് 2 വെച്ച് കഴിക്കുകയാണ്. ഇവർ യഥാർത്ഥത്തിൽ 4 ബ്രദേഴ്സാണ്. അസാക്ക, ഹിറുക, യൊറുക, യുഗ. അപ്പോഴത്തേക്കും ഇനി ബാക്കിയുള്ളത് യുഗയും ഹിറുകയുമാണ്. ഇതിൽ നമ്മളുടെ യൊറുകയും അസാക്കയും സാക്രിഫൈസ് ചെയ്തു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെ നിൽക്കുകയാണ് നമ്മളുടെ കൊനോഹമാറും ബൊറൂട്ടോയൊക്കെ അങ്ങോട്ട് വരുന്നത് അവർ കാണുന്നത്. അങ്ങനെ ഉടനെ തന്നെ നമ്മളുടെ ഹിറുക പറയാണ് ഞാൻ ഈ കാര്യം ചെയ്തോളാം, ഞാൻ പ്രോമിസ് ചെയ്യാണ്, നീ എൻ്റെ കൂടെ ഇത് വരണം. ഈ ഒരു ഹിറുകയുടെ ഇയറിങ്ങും ഊരി കൊടുക്കുകയാണ്. ബാരിയർസ് യൂസ് ചെയ്യാണ്. സറൗണ്ട് ചെയ്ത് ഒരു കാസിൽ പോലെ വരാണ്. അവിടെ ഫുൾ ഒരു പടപടയെന്ന് ചെടി വളർന്നു വരാണ്. അവിടെ മൊത്തത്തിൽ പടർന്നു നിൽക്കുന്ന ആ ചെടീനെ നശിപ്പിക്കാൻ ബൊറൂട്ടോ റസങ്കൻ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഫോഴ്സിൽ ഇവരെല്ലാം താഴ്ന്നു പോവാണ്. അപ്പോൾ സറട പറയണം നിർത്തല, ഞാൻ കാണുന്നുണ്ട് ചക്ര അത് ഡ്രെയിൻ ചെയ്യുന്നുണ്ടെന്ന്. അതായത് ഇവൻ ബൊറൂട്ടോ ചക്ര എടുത്ത റസങ്കൻ്റെ ചക്ര ഈ ഒരു ചെടി ഇപ്പോൾ വലിച്ചെടുക്കുകയാണ്. ഇത് എന്ത് സാധനമാണെന്ന് ചോദിക്കുമ്പോൾ ഇത് സാക്രിഫൈസ് ആണെന്ന് പറയണം. സാക്രിഫൈസോ, നിന്നോടൊക്കെ എന്താ, അത് ആരാ പഠിപ്പിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയണം ഇവർ 4 ബ്രദേഴ്സാണ്. 4 പേരും കൂടെ ആശ്രമ സെൽ ഇവരുടെ ഹസ വില്ലേജിന് വേണ്ടിയിട്ടാണ് എടുക്കാൻ വന്നത്. അവരുടെ വില്ലേജ് ഒരു വളരെ പട്ടിണി ചെന്ന വില്ലേജാണ്, പാവപ്പെട്ട വില്ലേജാണ്. ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഫുഡ് കഴിക്കാൻ. അതെങ്ങനെ നിങ്ങളെപ്പോലുള്ള വലിയ വില്ലേജുകാർക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കഥ തുടരാണ്. അതിൽ ആദ്യത്തെ ബ്രദർ ആ ഒരു വില്ലേജിൻ്റെ എൻട്രി കയറാനായിട്ട് അവൻ്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തിട്ടാണ് കയറ്റുന്നത്. യഥാർത്ഥത്തിൽ ആശ്രമ സെൽ തിരക്കിയായിരുന്നു ഇവർ പബ്ബിലും വന്നത്. അതിനുശേഷം ബൊറൂട്ടോടെ കിട്ടുമെന്ന് പറഞ്ഞാണ് ബൊറൂട്ടോനെ ഫോളോ ചെയ്തും വന്നത്. അങ്ങനെ അവിടെ വെച്ച് ഇവർ കണ്ട വയസ്സായ ഒരു ഷിനോബിയുടെ എന്ന പോലത്തെ ബോഡി ഇവരുടെ ഫസ്റ്റ് ബ്രദറിൻ്റെ ആണ്. അങ്ങനെ അവർ മരിച്ചു പോവാണ്. അയാൾ മരിച്ച് വീണത് കണ്ടുകൊണ്ടാണ് ഇവരകത്തേക്ക് കയറുന്നത്. അതിനുശേഷം സെക്കൻഡ് ബ്രദർ അവനും ഇതുപോലെ സാക്രിഫൈസ് ചെയ്തു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങൾ കൊച്ചിലെ എല്ലാവരും ഒന്നിച്ച് വളർന്ന ആൾക്കാരാ, എല്ലാം ഷെയർ ചെയ്തു. പക്ഷേ സാക്രിഫൈസ് മാത്രം ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുമ്പോൾ ബൊറൂട്ടോയ്ക്ക് ഇവനെ വിട്ടുകൊടുക്കാൻ തോന്നില്ല. നീ നിർത്തണം
വാത്തോടാ, നിന്നെ ഞാൻ രക്ഷിക്കാം, നിനക്ക് ഒരുപാട് നീ മുമ്പോട്ട് പോകാൻ പറ്റും, നിനക്കൊന്നുമില്ല, നീ വാ എന്നൊക്കെ പറയുമ്പോൾ ബൊറൂട്ടോനെ പിടിച്ചു മാറ്റാനായിട്ട് എല്ലാവരും നിൽക്കുകയാണ്. കാരണം അവൻ മരിക്കാറായി, അവനാണ് ആദ്യം മുങ്ങാൻ പോകുന്നത്. അതിനുശേഷം ബൊറൂട്ടോയ്ക്കൊക്കെ രക്ഷപ്പെടാം. പക്ഷേ അതിനുശേഷം ഇവർ മുങ്ങുന്ന രീതിയിലാണ് ഇവൻ പ്ലാൻ ചെയ്തേക്കുന്നത്. പക്ഷേ ഇവനങ്ങ് മുങ്ങി ചത്താൽ ഇവർക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ നിൽക്കുമ്പോൾ അവനെ രക്ഷിക്കാനായിട്ട് നിൽക്കുകയാണ് ബൊറൂട്ടോ. അവിടേക്ക് വന്നാൽ മിത്സുകിനെ പിടിച്ച് ലോക്ക് ചെയ്ത് പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഇവൻ താന്ന് പോകുന്ന കണ്ട് ബൊറൂട്ടോയ്ക്ക് തീരെ സഹിക്കാതെ ബൊറൂട്ടോ കൂടെ താന്ന് പോകുന്ന രീതിയിലേക്ക് പോവാണ്. സറാഡയും മിത്സുകിയും പരമാവധി പറയുന്നുണ്ട്, ബൊറൂട്ടോ നിന്നെ രക്ഷിക്കാനാണ് ഞങ്ങൾ വന്നത്, നീ അങ്ങനെ പോകരുതെന്ന്. പക്ഷെ അവൻ ഒരു വിധത്തെ കേൾക്കുന്നില്ല. ഒരു ഗതിയും പരഗതിയില്ലാതെ അവർ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടത്തേക്ക് 2 പേര് വരുന്നത്. ആരാന്ന് നോക്കിയാൽ നമ്മളുടെ കറോയും മുറോയും. അവർ വന്നിട്ട് പറയാണ്, ദാ ഇവനാണോ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നതെന്ന്. ഇവരെ കണ്ടതും കൊനോഹമാറിനെ കണ്ടതും ബൊറൂട്ടോനെ കണ്ടതും പറയാണ്, നിങ്ങളെന്താ ഇവിടെ, ബൊറൂട്ടോ മാറ്, നീ വലിയ ഡേഞ്ചറിലാണെന്ന്. എന്നിട്ട് ബൊറൂട്ടോ മാറാതെ നിൽക്കുന്നത് കണ്ട് അവർ സിറ്റുവേഷൻ മനസ്സിലാക്കാണ് കറോയും മുറോയും. എന്നിട്ട് പറയാണ്, നിൻ്റെ കൂടെയുള്ള ആ ഒരാളെയില്ലേ, അവനെ ഫോളോ ചെയ്തിപ്പോൾ വേറെ കുറച്ച് ജോലൻസ് പോയിട്ടുണ്ടെന്ന്. അതാരാ എന്താന്ന് ഇവൻ ചോദിക്കുകയാണ്. ആരായാലും എന്തായാലും അവർ സ്ട്രോങ് ആണെന്ന് പറയാണ്. ആരാ എന്താണെന്നൊന്നും അറിയത്തില്ലെന്നും പറയാണ്. അങ്ങനെ പെട്ടെന്ന് അവനെ രക്ഷിക്കാനായിട്ട് നീ വാന്നും പറഞ്ഞ ബൊറൂട്ടോ ഇവനെ വിളിച്ച് പോവാണ്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോ, മിത്സുകി, സറാഡ അങ്ങനെ എല്ലാവരും കൂടെ എന്ത് ചെയ്യാണ്, നമ്മളുടെ ദീപ എടുത്ത് പോവാണ്. ആരാണ് ദീപ? ദീപയാണ് ഇവർ പറയുന്ന 2ാമത്തെ ബ്രദറിൻ്റെ അടുത്ത്, യൊറിയുടെ അടുത്ത് നിൽക്കുന്നത്. അവനെ ഇതുവരെ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. പക്ഷെ ഇവർ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. ഒട്ടും തന്നെ ക്ഷമയില്ല ഇവന്. അങ്ങനെ നമ്മളുടെ ബൊറൂട്ടോയും എല്ലാവരും കൂടെ അവിടെ ചെല്ലുമ്പോൾ ബ്രദർ ഓക്കെയാണ്, അവൻ ഓക്കെ ആയിട്ട് നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ ദീപ ഇവരെ നോക്കുന്നത് കാണുന്നില്ല. ബ്രദറിനെ കണ്ട ഉടനെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഇവന് ഭയങ്കരമായിട്ട് സന്തോഷമായി നമ്മളുടെ മറ്റേ ബ്രദറിന്. ഇവർ 2 പേരും മാത്രമേ ഇനി ഉള്ളൂ. അപ്പോൾ ഇവർ 2 പേരും അടി കൂടാണ്, നിങ്ങൾ സാക്രിഫൈസ് ചെയ്യാൻ റെഡിയായത് ഓർത്തിട്ട്. പക്ഷെ ബൊറൂട്ടോയും നമ്മളുടെ കൊനോഹമാറും ആലോചിക്കുന്നത്, നമ്മളുടെ ആ ഒരു അസാക്കെ ഇവരൊക്കെ ചെയ്ത ടെക്നിക്കില്ലേ, ഇതിനകത്ത് എവിടെയോ ഈ സോമ അതുപോലെ തന്നെ ഷിനിഗാമി ഒക്കെ പ്രസൻ്റ് ആയിരുന്നു. ആ ഒരു സോൾ വലിച്ചെടുക്കുന്ന പോലത്തെ ഒരു പരിപാടിയായിരുന്നു ബൊറൂട്ടോനെയൊക്കെ ലോക്ക് ചെയ്തവൻ ചെയ്തത്. അത് ഓർത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് ദീപ അങ്ങോട്ടേക്ക് വരുന്നത്. ദീപയ്ക്ക് നേരെ ഫയർ സ്റ്റൈൽ യൂസ് ചെയ്യാണ് കൊനോഹമാറും. ഒരു രക്ഷയില്ല, മോനെ മാസമായിട്ട് വന്ന് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കൊനോഹമാറു പല രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. കൊനോഹമാറും അങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത് കണ്ട് വിക്ടർ അങ്ങോട്ട് വരികയാണ്. നിങ്ങൾ ഇതിൽ ഇടപെടേണ്ട ആവശ്യമുണ്ട് മക്കളെ, വീട്ടിൽ പൊക്കോന്ന് പറയാണ്. അത് പറയാൻ താൻ ആരാടോ എന്ന് പറഞ്ഞ് ബൊറൂട്ടോ നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും ബൊറൂട്ടോയ്ക്ക് നേരെ ദീപ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. വിക്ടർ നമ്മളുടെ കൊനോഹമാറിന് നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. മൊഗീനോയ്ക്ക് നേരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ലൈറ്റിംഗ് സ്റ്റൈൽ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ട് അറ്റാക്ക് പോകുന്നുണ്ട്. ഇവർ നമ്മളുടെ സയൻറ്റിഫിക് നിഞ്ച ടൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മളുടെ ദീപയാണെങ്കിൽ ഒരു ടൈപ്പ് ജുട്സ് യൂസ് ചെയ്യുന്നുണ്ട്. ബുള്ളറ്റ് പോലെ ഈ സ്റ്റോൺസ് യൂസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അത് കാരണം തന്നെ നമ്മളുടെ പിള്ളേർക്ക് ബ്രദേഴ്സിന് നല്ല പരിക്കേൽക്കുന്നുണ്ട്. സറാഡ, മിത്സുകി, ബൊറൂട്ടോയ്ക്ക് നല്ല പരിക്കേൽക്കുന്നുണ്ട്. കൊനോഹമാറിന് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ്. അങ്ങനെ അവൻ നിങ്ങൾ മാറിപ്പോ പിള്ളേരെ എന്ന് പറഞ്ഞ് നിന്നിട്ട് ബൊറൂട്ടോനെ അടിക്കാൻ വരാണ്. നമ്മളുടെ മിത്സുകി വെറുതെ എവിടെയോ സ്നേക്ക് യൂസ് ചെയ്യാണ്. നമ്മളുടെ സറാഡ ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ ഫയർ ബോൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബൊറൂട്ടോ ആണെങ്കിൽ കുറച്ച് സമയം എടുത്ത് റസങ്കൻ എടുത്ത് അടിക്കുകയാണ്. ബൊറൂട്ടോയ്ക്ക് എത്ര സമയം വേണമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് നമ്മുടെ മിത്സുകിയും അതുപോലെ തന്നെ സറാഡയും ഇടയ്ക്ക് കയറി ഇങ്ങനെ അറ്റാക്ക് ചെയ്തത്. അത് കാരണം അവർക്ക് ഒരുപാട് പരിക്കേറ്റ് വീഴാണ്. ബൊറൂട്ടോയും സറാഡയും മിത്സുകിയും അത്രയും കഷ്ടപ്പെട്ടെങ്കിലും അത് വെറും വെള്ളത്തിൽ വര പോലെ മാറിപ്പോവാണ്. അങ്ങനെ നമ്മുടെ ഹിസയുടെ നിഞ്ച ആർട്ട് ഫോർബിഡൻ ടെക്നിക്ക് എംബ്രൽ ലൈഫൊക്കെ യൂസ് ചെയ്യുന്ന ബ്രദേഴ്സും ഫൈറ്റ് ചെയ്യുന്നുണ്ട്. ഒരു രക്ഷയില്ല, അത്രയും പൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ആ സ്റ്റുഡൻ്റ് ആൻഡ് ടീച്ചർ റസങ്കനൊക്കെ എടുത്ത് ബൊറൂട്ടോ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല. ബൊറൂട്ടോ ചക്ര ഫുള്ള് തീർന്ന് ഹാഷ്രാമ സെല്ല് ലാസ്റ്റ് അവർ കൊടുക്കുകയാണ്. കാരണം ബൊറൂട്ടോയുടെ ജീവൻ ആപത്താണെന്ന് കണ്ടതും അവർ ആ ഒരു ബ്രദേഴ്സ് ഹാഷ്രാമ സെല്ല് ഇവന് കൊടുക്കുകയാണ്, ഈ ദീപയ്ക്ക്. അത് കണ്ട ബൊറൂട്ടോയ്ക്ക് സഹിക്കാൻ വയ്യ. കാരണം അവരുടെ കയ്യിലിരുന്ന സാധനം അവരുടെ വില്ലേജിന് ആവശ്യം ഉണ്ടായിരുന്നതാണ്. അവരത്രയും കഷ്ടപ്പെട്ടത് എടുത്തതാണ്. എന്നിട്ട് ബൊറൂട്ടോയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നു കണ്ട ബൊറൂട്ടോ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ദീപ പിന്നെയും അഹങ്കാരം പിടിച്ച് ചെക്ക എന്ന് പറഞ്ഞ് നെഞ്ചത്ത് കാല് വെക്കാണ് ബൊറൂട്ടോൻ്റെ. അത് കണ്ട മിത്സുകി ചുമ്മാ ആയിരിക്കും സേജ് മൂടിപ്പോവാണ്. ഓരോ സെല്ലും നശിച്ച് കത്തിപ്പാറുന്നത് നമുക്ക് കാണാം. അത്രയും മിത്സുകിയുടെ ചക്ര തീർന്ന് ഡ്രെയിനായി നിൽക്കുമ്പോഴാണ് സേജ് മൂടിപ്പോകുന്നത്. മിത്സുകി ബൊറൂട്ടോനെയും സറാഡനെയും രക്ഷിച്ചുകൊണ്ട് യുബീനയുടെ അടുത്തേക്ക് ഇവിടെ വെച്ച് നമ്മളുടെ ബ്രദേഴ്സ് അവരുടെ ഒരു ഫോർബിഡൻ ടെക്നിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് കാരണം ബൊറൂട്ടോനെ രക്ഷിക്കാനാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ അതൊരു സാക്രിഫൈസ് ആണല്ലോ. അങ്ങനെ ആയി പോവാണ്. അതിനുശേഷം നമ്മളുടെ വിക്ടറിനെ കാണിക്കുകയാണ്. വിക്ടർ നോക്കുമ്പോൾ കൊനോഹമാറൊക്കെ പോയി. കാരണം കൊനോഹമാറ് കണ്ടു മിത്സുകി കൊണ്ടുപോകുന്നത്. ഉടനെ യുബീനെ എടുത്തുകൊണ്ടുമാണ്, അവളെ കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ മിത്സുകിയുടെ കാര്യം തീരുമാനമായിട്ടുണ്ടായിരുന്നു. കൊനോഹമാറാണ് പിന്നെ ഇവരെ ലീഫ് വില്ലേജിലേക്ക് എത്തിക്കുന്നത്. അവിടെ ചെന്ന് കൊനോഹമാറിനും നറൂട്ടോട് എന്ത് പറയുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതിൽ മിത്സുകിയുടെ കാര്യം ഭയങ്കര ഡേഞ്ചറാണ്. കാരണം അവൻ അത്രയും വേദന
സഹിക്കുന്നുണ്ടെന്ന് സാക്കുറയ്ക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. അവൾ ഹീലിംഗ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും മിറ്റ്സുക്കിക്ക് ഭയങ്കര വേദന. അവനത് കണ്ടിട്ട് ഒന്ന് അമർന്നു പോലും ഇല്ല. അത് യുബിനെയും ശ്രദ്ധിച്ച കാര്യമാണ് മിറ്റ്സുക്കി അനങ്ങാത്തത്. എത്ര വേദന വന്നാലും കല്ലുപോലെ കിടക്കാണ് സഹിച്ച്. അതിനർത്ഥം അവൻ അത്രയും വേദന മുന്നേ സഹിച്ചിട്ടുണ്ടെന്നാണ്. അതുകൊണ്ട് തന്നെ ഒറോച്ചിമാരുടെ അടുത്ത് ബൊറൂട്ടോനെ നോക്കുകയാണെങ്കിൽ നാറൂട്ടോൻ്റെ കൈ പോലെ ബൊറൂട്ടോയുടെ കയ്യിലും റസങ്കൻ കാരണം ഒരുപാട് ടിഷ്യൂസ് നശിച്ചു പോയിട്ടുണ്ട്. ബോഡിയിൽ ഡാമേജ് ഉണ്ട്, ഫ്രാക്ചർ ഉണ്ട്, മുഖത്ത് ഒരുപാട് ഫ്രാക്ചർ ഉണ്ട്. അതുപോലെ തന്നെ കൈയും കാലിലും ഒക്കെ എല്ലൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ സറാഡയുടെ കാര്യം നോക്കുകയാണെങ്കിൽ സറാഡയ്ക്കും സെയിം അവസ്ഥയാണ്. പക്ഷേ ഇത്രത്തോളം ഇല്ലെങ്കിലും കണ്ണ് നല്ല രീതിയിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട്. അതേസമയം നമ്മുടെ നറൂട്ടോ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അവരെ ഹീലിംഗ്. അപ്പോഴാണ് ഹിനാറ്റയും ഹിമവാരിയും വരുന്നത്. അവരെ ആശ്വസിപ്പിക്കുകയാണ് നറൂട്ടോ കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ കൊനോഹമാരു വന്ന് സോറി പറയാണ്. നറൂട്ടോ പറയണെങ്കിൽ എന്തിന് നമ്മൾ മിഷന് പോകുമ്പോൾ ഇതൊക്കെ സാധാരണ അല്ലേ, കുഴപ്പമില്ല, ഇവൻ ഇതിലെ കൂടെയൊക്കെ തന്നെയാണ് പഠിച്ചു വരുന്നതെന്ന് പറയാണ്. ഹിനാറ്റയ്ക്ക് മനസ്സിലാവുന്നുണ്ട് കൊനോഹമാറിനെ സമാധാനിപ്പിക്കാനാണെന്ന് പറയുന്നതെന്ന്. ബ്രദർ എന്ന് പറയുമ്പോൾ കുഴപ്പമില്ലെന്ന് ഒന്നും കൂടെ നറൂട്ടോ പറയാണ്. എന്നാലും ചേട്ടാ ഞാൻ ഈ മിഷൻ കണ്ടിന്യൂ ചെയ്യാൻ പോവാണെന്ന് കൊനോഹമാറ് പറയാണ്. അങ്ങനെ കൊനോഹമാറ് പോകാൻ തീരുമാനിച്ചത് നറൂട്ടോയ്ക്ക് എതിർപ്പൊന്നും പറയാൻ പറ്റാതെ നിൽക്കുകയാണ്. നമ്മളുടെ ഒറോച്ചിമാരോടെ കാണിക്കുകയാണ് ഫോർമുലയിൽ ഇട്ടേക്കാണ്, ഒരു കെമിക്കൽ ഫോർമുലയിൽ ഇട്ടേക്കാണ് നമ്മളുടെ മിറ്റ്സുകിനെ. അവന് ഒരുപാട് ഫ്രാക്ചർ പറ്റിയിട്ടുണ്ട്, ബോഡിയിൽ ഒരുപാട് ഡാമേജ് ഉണ്ട്, ഒരുപാട് ടിഷ്യൂസ് പോയിട്ടുണ്ട്, ഇൻറ്റേർണൽ ഓർഗൻസ് ഫുൾ ഡാമേജ് ആണ്. മിറ്റ്സുകിക്ക് ഓർമ്മ തന്നെ തിരിച്ച് കിട്ടുമെന്നോ അവൻ്റെ ലൈഫ് തിരിച്ചു വരുമെന്നോ ഒന്നും അറിയത്തില്ല. അവൻ ഇനിയിപ്പോൾ കുറേ നാളത്തേക്ക് റെസ്റ്റ് വേണം. ആരാ ഇതിന് കാരണം എന്ന് ഒന്നും കൂടെ ഒറോച്ചിമാർ ആ പേര് കേൾക്കുന്നുണ്ട്, ദീപ. ഓക്കെ, എനിവേ നമ്മുടെ ഒറോച്ചിമാർ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. അവൻ ഇതൊരു മിഷൻ്റെ ഭാഗമായിട്ട് പഠിച്ചതാണ്, ഇതും ഒരു എക്സ്പീരിയൻസ് ആണ്. എന്നാലും ഇതാരാ എന്ന രീതിയിൽ ഒറോച്ചിമാറോ ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം എല്ലാ പാരൻസിനെയും പോലെ ഒറോച്ചിമാറുടെയും ഫീലിങ്സ് ഒക്കെ ഉണ്ട്. ഒറോച്ചിമാറും നല്ല രീതിയിൽ ദേഷ്യത്തിലാണ്. അതിന് കാരണം നമ്മളുടെ ഒറോച്ചിമാർ നോക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. ഇതിലും മിറ്റ്സുക്കിക്കും നല്ല രീതിക്കും പരിക്കുണ്ട്, ബൊറൂട്ടോയ്ക്കും സറാഡയ്ക്കും നല്ല രീതിയിൽ പരിക്കുണ്ട്. കൊച്ചുങ്ങളാണെന്ന് പോലും നോക്കാതെ ഇതുമാതിരി അറ്റാക്ക് ചെയ്തവൻ ഏതാണെന്നും പറഞ്ഞിട്ടാണ് ഒറോച്ചിമാറു നിൽക്കുന്നത്. എന്നിട്ടും മിറ്റ്സുക്കിയുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യം ബാക്കി ഒറോച്ചിമാറു ചെയ്യുന്നുണ്ട്. പിന്നെയും നമ്മുടെ ലീഫ് വില്ലേജിൽ കാണിക്കുകയാണ്. പിന്നെയും മിഷന് പോകണമെന്നും പറഞ്ഞിട്ട് നിൽക്കുകയാണ് നമ്മുടെ കൊനോഹമാറും മുഗിനോയും. അവിടത്തേക്ക് സായ വന്ന് കുറേ അധികം റിപ്പോർട്ട്സ് കൊടുക്കുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ റിപ്പോർട്ട്സാണ്. സാസ്കിയും വരുന്നുണ്ട്. ഈ ഒരു സംഭവം ഭയങ്കരമായിട്ട് ഒരു സംഭവമാണ്. കാരണം ഈ ആശ്രമ സെല്ല് കൊണ്ടുപോയിരിക്കുന്നത് ഇവർ മുമ്പേ പറഞ്ഞ ആ ഒരു ടീമിൻ്റെ ആൾക്കാരാണോ എന്നൊരു സംശയമുണ്ട്. അതുമാത്രമല്ല ഈ ദീപ ഇവർ അറ്റാക്ക് ചെയ്ത ആൾ അവൻ എന്തുമാത്രം സ്ട്രോങ് ആണ്, വിക്ടർ. അവൻ ഇത്രയും നാൾ കൂടെ നിന്നിട്ട് അവർ വലിയ പ്രശ്നം ഉണ്ടാക്കി. അയാളും പ്രശ്നക്കാരനാണെന്ന് മനസ്സിലാക്കാണ്. ബൊറൂട്ടോയും സറാഡയും മിറ്റ്സുകിയും ഇവർ പോണ കാര്യം ഇപ്പം തൽക്കാലം അറിയേണ്ടെന്നും പറഞ്ഞ് നിൽക്കുകയാണ്. ബൊറൂട്ടോ റിക്കവർ ആയിട്ടുണ്ട്, വീൽ ചെയറിലാണ്, അത്ര നടക്കാൻ പറ്റത്തില്ല, വീൽ ചെയറിലാണ്. നമ്മളുടെ സറാഡയുടെ മിറ്റ്സുകിയുടെയും ബൊറൂട്ടോയുടെയും കാര്യം കൊടുത്ത് ഷിസോണിനും സറാഡയ്ക്ക് സാക്കുറയ്ക്ക് നല്ല വിഷമമുണ്ട്. എന്ത് ചെയ്യാനാ? അപ്പോൾ പിള്ളേർ നല്ല രീതിയിൽ ചെയ്തു, ഏറാൻ മിഷന് തുല്യമായിട്ടുള്ള ഒന്നാണെന്നൊക്കെ പറയാണ്. സറാഡയും ബൊറൂട്ടോയും എഴുന്നേറ്റിട്ടുണ്ട്, ക്ഷീണം തീരെ മാറിയിട്ടില്ല. രണ്ടുപേരും രണ്ട് സ്ഥലത്തിരുന്ന് ആകാശം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹോസ്പിറ്റലിൽ കാണിക്കുകയാണ്, ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരികയാണ് നമ്മളുടെ സറാഡനെ കാണാനും ബൊറൂട്ടോനെ കാണാനും. അവിടെ വെച്ചാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. നെക്സ്റ്റ് എപ്പിസോഡ് കാണുന്നത് എല്ലാവർക്കും പോയി കൊടുത്ത് ഉറങ്ങും പിള്ളേർ ഓട്ട് പൊടിക്കളയും.